നമസ്കാരം, ഞാൻ ഡോക്ടർ കാർത്തിക. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു അടിപൊളി വെയിറ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയെ കുറിച്ചാണ്. ഷുഗർ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ ഒരു അടിപൊളി പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് റെസിപ്പിയാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ മൊബൈൽ നോക്കി സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് നമ്മൾ കൂടുതലും, അല്ലേ? പക്ഷെ നമുക്ക് മസ്റ്റായിട്ടൊരു മോർണിംഗ് റൂട്ടീൻ ഉണ്ടായിരിക്കണം. ആ മോർണിംഗ് റൂട്ടീൻ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോയി അതിൻ്റെ കൂട്ടത്തിൽ ഡയറ്റ് കൺട്രോളും കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് സാധ്യമാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യുക. അതായത് മൊബൈൽ ഫോൺ നോക്കുന്നവരൊക്കെ ആണെങ്കിൽ മൊബൈൽ ഫോൺ നോക്കാതിരിക്കുക. എപ്പോഴും നേച്ചറുമായിട്ട്, നമ്മുടെ പ്രകൃതിയായിട്ട് കുറച്ചുകൂടി ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുക. രാവിലെ എണീറ്റവാണ് കുറച്ച് നടക്കുക, ഒരു 5 മിനിറ്റ് കുറച്ച് പുറത്തിറങ്ങി നടക്കുക, ഒന്ന് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. എന്നിട്ട് പിന്നെ വെറും വയറ്റിൽ നാരങ്ങ വെള്ളം, വെറും ചെറു ചൂടുവെള്ളത്തിൽ ഇത്തിരി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കഴിക്കുന്നത് വളരെ ബെറ്ററാണ്. ഒരു മോർണിംഗ് റൂട്ടീനിൽ വളരെ ബെറ്ററാണ്. നാരങ്ങയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിയാ സീഡ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പിഞ്ച് ഓഫ് മഞ്ഞളും ടെർമറിക്കും പിന്നെ ഹണിയൊക്കെ ആഡ് ചെയ്ത് കുടിക്കുന്നത് നല്ലതാണ്. വാം വാട്ടറിൽ നാരങ്ങ മാത്രമാണെങ്കിലും ബെറ്ററാണ്. രാവിലെ നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലോങ് അവേഴ്സ് ഓഫ് സ്ലീപ്പ് കഴിഞ്ഞ് നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ ഓർഗൻസിനെയൊക്കെ ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനും പിന്നെ നമ്മുടെ മെറ്റബോളിസിനെ ബൂസ്റ്റ് ചെയ്യാനും ഫാറ്റ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബോഡിക്ക് വളരെ ഹെൽത്തിയാണ്. ദഹന പ്രക്രിയയ്ക്കും നമ്മുടെ ബൗവൽ മൂവ്മെൻറ്റ്സിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു എക്സസൈസ് പോലെ, അതായത് ഒരു പ്രാണായാമ, നമുക്കൊരു സിമ്പിളായിട്ടുള്ള നടിശോധന പ്രാണായാമമൊക്കെ പോലെ പ്രാണായാമ ചെയ്യുക. അത് വളരെ നമ്മുടെ ബ്രീത്ത് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കാനും സ്ട്രെസ് കുറയ്ക്കാനും നല്ല ഉറക്കമൊക്കെ കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉള്ളതും പ്രോട്ടീനും ഹെൽത്തി ഫാറ്റ്സും ഒക്കെ ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേണം നമ്മൾ കഴിക്കാനായിട്ട്. അതിനുവേണ്ടി ഒരു 1/4 കപ്പ് റോൾഡ് ഓട്സ് എടുക്കുക. അത് നമുക്ക് തലേദിവസം രാത്രി ഓവർനൈറ്റായിട്ട് സോക്ക് ചെയ്ത് വെക്കാം. എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ചിയാ സീഡ്സ് ആഡ് ചെയ്യുക, കുറച്ച് ഫ്ലാക്സ് സീഡ്സ് ആഡ് ചെയ്യുക, പിന്നീട് ഒരു ബനാന ആഡ് ചെയ്യുക. ബനാന സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ബനാനയൊക്കെ വളരെ ബെറ്ററാണ്, ബെസ്റ്റാണ്. നമ്മുടെ ഗട്ട് ഹെൽത്തിനും നമ്മുടെ ബോഡിക്കും ഉറക്കത്തിനും ഒക്കെ വളരെ ബെറ്ററാണ് ബനാന. ആൽമണ്ട്സ്, നട്ട്സ് ആഡ് ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള നട്ട്സ് ആഡ് ചെയ്യുക. അതായത് ആൽമണ്ട്സ്, വാൾനട്ട്സ് പോലുള്ളതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ബെറീസും ആപ്പിളും, ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായിട്ടുള്ള ഫ്രൂട്ട്സ് ആയിട്ടുള്ള ബെറീസും ആപ്പിൾസ് ഒക്കെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം ഒരു 1/2 കപ്പ് ഓട്സ്, അതിലോട്ട് നമ്മൾ ചിയാ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ബനാന സ്ലൈസ് ചെയ്തത്, പിന്നെ നമുക്ക് ആപ്പിൾസ്, ബെറീസ് ആഡ് ചെയ്യാം. പിന്നെ അതിനകത്ത് ആൽമണ്ട്സ്, വാൾനട്ടൊക്കെ ആഡ് ചെയ്യാം. പിന്നെ അതിലോട്ട് നമുക്ക് മിൽക്ക് ആഡ് ചെയ്യാം. മിൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ടോൺഡ് മിൽക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതായത് പ്ലാൻ ബേസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ടോൺഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ ലോ ഫാറ്റ് ആയിട്ടുള്ള, കാലറി കുറവുള്ള മിൽക്കാണ്. അതിൽ കാൽഷ്യം പ്രോട്ടീനും ഒക്കെ കൂടുതലാണ്, കാലറീസ് കുറവുമാണ്. അപ്പോൾ അതുകൊണ്ട് ടോൺഡ് മിൽക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ പ്ലാൻ ബേസ്ഡ് മിൽക്ക് ആയിട്ടുള്ള ആൽമണ്ട് മിൽക്ക്, സോയാ മിൽക്ക് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ പ്ലാൻ ബേസ്ഡ് മിൽക്ക്, അതായത് നമുക്ക് PCOS PCS പോലുള്ള കണ്ടീഷൻസും ആക്നെ പ്രോണ്ടൊക്കെ ആണെങ്കിൽ, ഒത്തിരി മുഖക്കുരു ഒക്കെ വരുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് പ്ലാൻ ബേസ്ഡ് ആയിരിക്കും. ഡയറി പ്രൊഡക്ട്സ് മാറ്റിയിട്ട് കൗസ് മിൽക്ക് അല്ലാതെ പ്ലാൻ മിൽക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. വൈറ്റമിൻ ഇ അതിൽ കൂടുതലാണ്. മസിൽ ബിൽഡപ്പും സ്ട്രെങ്ത്തിനും ഒക്കെ ആണെങ്കിൽ നമുക്ക് കൗസ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഓട്സ് എന്ന് പറയുന്നത് ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ള ഒരു ഫുഡാണ്. അത് ഓട്സിൻ്റെ അകത്ത് സൊല്യൂബിൾ ഫൈബർ ആയിട്ടുള്ള ബീറ്റാ ഗ്ലൂക്കൻ ഉള്ളത് കൊണ്ട് അത് നമ്മുടെ ഡൈജഷനെ സ്ലോ ചെയ്യുകയും നമുക്ക് ഒരു ഫുൾ ഫീലിംഗ് തരും. നമുക്ക് പെട്ടെന്ന് വിശക്കത്തില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ക്രേവിങ്സ് തോന്നത്തില്ല. പെട്ടെന്ന് ഒരു ഓട്ട്മീൽ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഫുൾ ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് വിശക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ ഓവർ ഈറ്റിംഗ് നമ്മുടെ അവോയ്ഡ് ചെയ്യാനും പിന്നെ നമുക്ക് സ്നാക്സ് എടുക്കാനൊന്നും നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഒരു ഫുൾ ഫീലിംഗ് തരാൻ നല്ലതാണ്. ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് വളരെ നല്ലതാണ്. ഷുഗറിനെ കുറയ്ക്കാനും കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നമ്മുടെ BP കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഓട്സ് എന്ന് പറയുന്നത്. പിന്നെ ചിയാ സീഡ്സും ഫ്ലാക്സ് സീഡ്സ് എന്ന് പറയുന്ന ഹെൽത്തി നട്ട്സ്, ആൻറ്റി ഓക്സിഡൻസും ഹെൽത്തി ഫാറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് നമ്മുടെ സ്കിന്നിനും ബ്രെയിൻ ഹെൽത്തിനും ഗട്ട് ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. ഹൈ ഫൈബർ കണ്ടന്റ് ഉണ്ട്. omega-3 ഫാറ്റി ആസിഡ്സ് കൂടുതലാണ് ചിയാ സീഡ്സിലൊക്കെ. അതുകൊണ്ട് നമ്മുടെ ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടി ബാഡ് കൊളസ്ട്രോളിനെ, LDLനെ കുറച്ചിട്ട് HDLനെ കൂട്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഹെൽത്തി ഫാറ്റ്സ് എപ്പോഴും ബ്രെയിനിനും വളരെ നല്ലതാണ്. നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി കൂട്ടാനും ഫോക്കസ് കൂട്ടാനും കൺഫ്യൂഷനൊക്കെ കുറഞ്ഞ് നമുക്ക് നല്ല ഒരു എന്താ പറയുക ഉറക്കമൊക്കെ കിട്ടാനും തോട്ട്സിനൊക്കെ നല്ല ക്ലാരിറ്റി ഓഫ് തോട്ട്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ നട്ട്സ് ആൻഡ് സീഡ്സ് എന്ന് പറയുന്നത്, ഹെൽത്തി ഫാറ്റ്സ് ഉള്ളതുകൊണ്ട്. പിന്നീട് ബനാന എന്ന് പറയുമ്പോൾ അതിനകത്ത് പൊട്ടാസ്യം വളരെ കൂടുതലായതുകൊണ്ട് BP ഒക്കെ കൺട്രോൾ ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതിനകത്ത് സൊല്യൂബിൾ ഫൈബർ ആയിട്ടുള്ള പെക്റ്റിൻ ഉള്ളതുകൊണ്ട് നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ ദഹന പ്രക്രിയയ്ക്കും ബൗവൽ മൂവ്മെന്റ്സ് രാവിലെ കറക്റ്റായിട്ട് പോകാനും ഒക്കെ വളരെ നല്ലതാണ്. കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ളതുകൊണ്ട് അത് വർക്കൗട്ടിന് പോകുന്ന സ്ത്രീകളോ പുരുഷന്മാരാണെങ്കിലും വർക്കൗട്ടിന് മുമ്പും വർക്കൗട്ട് കഴിഞ്ഞും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫുഡാണ് ബനാന എന്ന് പറയുന്നത്.
പിന്നെ ബനാനയ്ക്കകത്ത് മാഗ്നീഷ്യം ട്രിപ്റ്റോഫാനും കൂടുതലായതുകൊണ്ട് നമ്മുടെ ഉറക്കത്തിനൊക്കെ റിലാക്സേഷൻ, നമ്മുടെ ബോഡിയെ റിലാക്സ് ചെയ്ത് നന്നായിട്ട് ഉറക്കത്തിലോട്ടൊക്കെ പോകാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ബനാന ഒരു ബെസ്റ്റാണ്. ബനാന ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആപ്പിളും ബെറീസും എന്ന് പറയുന്നത് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായിട്ടുള്ള ഫ്രൂട്ട്സ് വളരെ നല്ലതാണ് നമ്മുടെ ബോഡിക്ക്. സിനമൺ എന്ന് പറയുന്ന കറുവപ്പട്ട ആഡ് ചെയ്യുന്നതിലൂടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാനും നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും സിനമൺ എന്ന് പറയുന്നത്. അപ്പോൾ ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സും ഒക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ടും അതിനകത്ത് ഹൈ ഫൈബർ കണ്ടന്റ് ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നിനും ദഹന പ്രക്രിയയ്ക്കും നമ്മുടെ ഹെൽത്തി സ്കിന്ന്, ഹെൽത്തി ഹെയർ, അതിനൊക്കെ വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു മെയിൻ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് മാത്രമല്ല, നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെയറും ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ നല്ല ഫൈബർ കണ്ടന്റ്, ഹൈ ഫൈബർ ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ ബോഡിയിലോട്ട് എത്തി കൊളസ്ട്രോൾ കുറയുകയും ഷുഗർ കുറയുകയും BP ഒക്കെ കുറഞ്ഞ് നല്ല ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. പിന്നെ ബനാനയ്ക്കകത്തൊക്കെ എന്ന് പറയുക വൈറ്റമിൻ B12 ഉള്ളതുകൊണ്ട് അത് സെറട്ടോണിൻ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മുടെ ഹാപ്പി മൂഡാക്കി വെച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് തന്നെ നമ്മുടെ മൂഡ് ലെവൽ, നമ്മുടെ എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ് ഈ ബനാന പോലത്തെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെപ്പോഴും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മുടെ മെഡിസിൻ വാല്യൂം, ഹെൽത്തി ബെനിഫിറ്റ്സും ഒക്കെ നോക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും നമ്മുടെ ലൈഫിന്. അപ്പം എല്ലാവരും ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മോർണിംഗ് റൂട്ടീൻ പ്രാണായാമ ചെയ്യാത്തവരാണെങ്കിൽ പ്രാണായാമ ചെയ്യുക. നാഡീശോധന പ്രാണായാമയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് പ്രാണായാമയൊക്കെ ചെയ്ത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, വെയിറ്റ് ലോസും കൂടെ ആയി സ്ക്രീൻ ടൈം ഒക്കെ കുറച്ച് നമ്മുടെ റൂട്ടീൻ സെറ്റ് ചെയ്ത് നമ്മളൊരു ഡേ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗേഴ്സും പ്രോസസ്ഡ് ഫുഡും ഒക്കെ അവോയ്ഡ് ചെയ്ത് നമ്മൾ ആ ഒരു ഡെയിലി റൂട്ടീൻ കീപ്പ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരഭാരം ഉറപ്പായിട്ടും നമുക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ പോലുള്ള അസുഖങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്താനും നമുക്ക് ഒരുപാട് സഹായിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് ഉപകാരപ്രദമായിട്ട് തോന്നുവാണെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.